ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. 85 വയസ്സുള്ള കാലേബ്, ദൈവത്തോട് പറ്റിയിരുന്ന കാലേബ് ഒരു സാക്ഷ്യം പറയുകയാണ്. എന്നെ വേർതിരിച്ച നാൾ മുതൽ അന്നുണ്ടായി യൗവന ബലം ഇന്നും എനിക്കുണ്ട്. അന്നത്തെ പോലെ ബലം. 85 വയസ്സ് ഇന്നത്തെ വാർത്തയിലാണെങ്കിലും അന്നത്തെ ഒരു ചെറുപ്പക്കാരനെ പോലുള്ള ബലം കാലേബ് പറയണം. എന്നെ വിളിച്ച നാളിലുള്ള ബലം, ബലമാണ്. എല്ലാ പ്രവാഹത്തിലും മഞ്ഞ് പെയ്ച്ചു മഞ്ഞ കുഴിച്ച ബലം, മഞ്ഞ കഴിച്ച ബലമാണ്. സ്തോത്രം. അത് സ്വർഗീയ മഞ്ഞഴിച്ച ബലം, ആഹാരം കഴിച്ച ബലം. ദൈവത്തിന്റെ വചനമാകുന്ന മഞ്ഞ കഴിക്കുന്നവർക്ക് ഓരോ ദിവസം ക്ഷീണിതരായി പോവുകയല്ല, അവർ മേൽക്കുമേൽ ബലപ്പെടും. സൈനികരുടെ യഹോവ തന്നോടുകൂടി ഉള്ളത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായതുപോലെ ഈ രാവിലെ വിശ്വാസം പ്രഖ്യാപിക്കാം. വിളിച്ച നാളിനെ പോലെ ഓരോ ദിവസം ബലപ്പെടുന്നവർ ദൈവം നിന്റെ യൗവനെ കഴുകനെ പോലെ പുതിയവർത്തക്കണം. വായിക്കുന്ന നന്മോട് തൃപ്തിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി. പ്രിയരെ, അനേക ക്ഷീണിതർ, അനേക പ്രിയപ്പെട്ട യുവനക്കാർ, അനേക ചെറുപ്പക്കാരന്മാർ ഈ ലോകത്തിന്റെ വഴിയെ പോയി അവിടെ ബലം ക്ഷയിപ്പിക്കുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിശ്ചയമായി ഈ പ്രാർത്ഥനയിൽ ഉറക്കമൊക്കെ മാറ്റിവെച്ച് ക്ഷീണിതരാണ്, ബലഹീനരാണ്. ഉറക്കം ഒരു മനുഷ്യന് വളരെ ആവശ്യമാണ്. എന്നാൽ എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന ഡിവൈസിൽ സ്ഥിരമായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 78 പേരുണ്ട്. എന്നൊരു ത്യാഗമാണ്. എന്നാൽ പലരും അവരുടെ സ്വഭാവ ഉറക്കത്തിൽ 1-2 പ്രാവശ്യം കയറി അവർക്കിത് മടിപ്പായി തോന്നും. പക്ഷേ തുടർമാനം പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, ലീഡ് ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി സ്തോത്രം പറയുവാൻ, യാഗരിപ്പാൻ, പക്ഷപാതം ചെയ്യുവാൻ, ഭാരതത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന, ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇടിവ് നിൽക്കുവാൻ സുവിശേഷത്തിന്റെ സാധ്യതകളെ കണ്ടുകൊണ്ട് ഒരു ദർശനം കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദർശനം. നമ്മളില്ലെങ്കിൽ നമ്മുടെ തലമുറ, വരും തലമുറ ഈ പ്രാർത്ഥന ഫലമായി അനുഗ്രഹിക്കപ്പെടും, ദേശം പിടിക്കപ്പെടും, വിടുവിക്കപ്പെടും എന്ന വലിയ കാഴ്ചപ്പാടിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയട്ടെ, ഈ പ്രാർത്ഥനയിൽ പങ്കാളിയാകുന്ന ഓരോരുത്തരും നീ ക്ഷയിച്ചു പോകത്തില്ല, നിന്റെ കുടുംബം ക്ഷയിച്ചു പോകത്തില്ല, നിന്റെ തലമുറ ക്ഷയിച്ചു പോകത്തില്ല, നീ നാണിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ഒരു കാര്യം ഉറപ്പു തരാം, നിന്റെ മരണം ഭക്തനെ പോലെ ആയിരിക്കും. കർത്താവിനെ താമസിച്ചാൽ നീ ബലഹീനപ്പെട്ട് ആരുമില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാതെ നിന്നെ കൈവിടത്തില്ല. ദൈവം നിന്നോട് കൂടിയിരിക്കും. ഇനി രാവിലെ ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി ഈ രാവിലെ കേൾക്കുന്ന വചനത്താൽ, കഴിഞ്ഞ നാൾ കേട്ട വചനങ്ങൾ, ദൂതുകൾ വായിച്ച ധ്യാനിച്ച വചനത്തിന്റെ ശക്തി നിങ്ങൾ അസ്ഥികളെ ബലപ്പെടുത്തട്ടെ, അസ്ഥികളെ തനിപ്പിടിക്കട്ടെ, ദൈവത്തെ ബലപ്പെടുത്തട്ടെ. ചില വൻ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ, വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുവാൻ മോശ വിളിച്ച നാളിനെ പോലെ 10 ഗോത്രങ്ങൾ പിന്മാറിയപ്പോൾ, പിന്തുടർത്തപ്പോൾ, ആമെ അവഗണിച്ചപ്പോൾ, അവിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചവൻ വീണ്ടും വിളിച്ചു പറയുക, അന്നത്തെ പോലെ ബലം ഇന്നും എനിക്കുണ്ട്. അതെ, മുമ്പിൽ ചെയ്തു തീർക്കേണ്ട വലിയ ദൗത്യങ്ങളുണ്ട്, മുമ്പിൽ വൻ കാര്യങ്ങളുണ്ട്. പ്രായമായത് പറഞ്ഞിരിക്കേണ്ട. നമ്മുടെ KR അപ്പച്ചൻ ബെഡ് റെസ്റ്റിലാണ്. എങ്കിലും കഴിഞ്ഞ 10-60 വർഷമായി നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ആമെ കർത്താവിന്റെ വേലയിൽ വ്യത്യസ്ത സാഹചര്യം ചെയ്യാൻ അദ്ദേഹം ആ തീർച്ചയിലാണ് ഇപ്പോഴും ജോയിൻ ചെയ്യുന്നത്. സ്തോത്രം. പ്രിയരെ, എത്ര വെച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾക്ക് മീരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ചെറുപ്പക്കാര് കാണും. ഊർക്കം മനസ്സിൽ ഉറക്കമായിരിക്കും. സ്തോത്രം. 8 മണിക്ക് ഉറങ്ങുന്നതായിരിക്കും, 9 മണിക്ക് ഉറങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ പല നിലയിലാർക്ക്. പക്ഷെ ഇന്ന് വരെയും അവർക്ക് പ്രാർത്ഥന അറിയത്തില്ല, ഒരു നല്ല പ്രഭാതം അവർ കണ്ടിട്ടില്ല. സ്തോത്രം. നമ്മെ ഉച്ചയ്ക്കാക്കി എഴുതിയിരിക്കുന്നത്. പക്ഷെ ബോധമില്ലാത്ത ആളുകൾ, പരിജ്ഞാനമില്ലാത്ത ആളുകൾ നശിക്കുമ്പോൾ ചില ആളുകളെ നീ ഉണർത്തിയിട്ടുണ്ട്, യഹോവ മനസ്സുണർത്തിയിട്ടുണ്ട്. അവരോട് പറയുകയാണ്, നിനക്കൊരു വാറ്റത്തുകൊണ്ട് നീ ചോദിച്ചോളുക, അത് പിടിച്ചടക്കാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 12-ാം വാക്യം, യഹോവ എന്നോടുകൂടി ഉണ്ടെങ്കിൽ, യഹോവ എന്നോടുകൂടി ഉണ്ടെങ്കിൽ താൻ അരുളിച്ചതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. യഹോവ നിന്നോടുകൂടി ഉണ്ടെങ്കിൽ. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നുണ്ട്?
ദൈവം നിന്നോട് കൂടിയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ആ പ്രതിസന്ധിയെ കീഴ്പ്പെടുത്തുവാൻ, ആദ്യത്തെ തകർത്തുകളയുവാൻ, ജയിക്കാൻ, വാക്യത്തെ പിടിച്ചടയ്ക്കുവാൻ രാവിലെ ബലപ്പെടട്ടെ. ആത്മാവിന്റെ പ്രേരണയുണ്ടെങ്കിൽ വെളിപ്പെടട്ടെ. ഇനി ജയിക്കാനുണ്ട്, ഇനി മുന്നോട്ട് പോകാനുണ്ട്, ഇനി വാക്യത്തെ പിടിച്ചെടുക്കാനുണ്ട്. നീ ക്ഷീണിച്ചു പോകണ്ട, നീ തളർന്നു പോകണ്ട. രാവിലെ നീ നാണിച്ചു പോകത്തില്ല, നീ ലജ്ജിച്ചു പോകത്തില്ല. മഴ കണ്ട് പേടിക്കണ്ട, പർവ്വതം കണ്ട് പേടിക്കണ്ട. നീ അതിനെ കീഴ്പ്പെടുത്തും, നീ അതിനെ കീഴ്പ്പെടുത്തും. നിനക്ക് നേടാനുണ്ട്, ജയിക്കാനുണ്ട്, വാക്തത്വമുണ്ട്. ഓ റമ ശബ്ദ, നിന്റെ അവകാശമാണ്, നിന്റെ അവകാശമാണ്. നീ പുറകോട്ട് പോകാൻ പാടില്ല. ദൈവം നിന്നെ ബലപ്പെടുത്തും. യഹോവ എന്നോട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചു കളയും യേശുവിന്റെ നാമത്തിൽ. ചില പൈശാചാധിപത്യങ്ങൾ നിന്റെ ദേശം വിട്ടു പോകട്ടെ, ആ ഭവനം വിട്ടു പോകട്ടെ, ആ ഗ്രാമം വിട്ടു പോകട്ടെ, ആ പട്ടണം വിട്ടു പോകട്ടെ. ഈ മകത്വം വെളിപ്പെടട്ടെ. ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. യഹോവ നമ്മോട് കൂടിയുണ്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞാൽ യഹോവ എന്നോട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ നേടിയിരിക്കും. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. രാവിലെ ദൈവം നമ്മോട് കൂടിയുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആശുഭാഷ ജോസഫ് ചെറിയ എന്നോട് പ്രാർത്ഥിക്കുകയും ജോൺ മത്തിച്ചാൽ ആശ്വാസം പറയുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. മഹത്വത്തിന്റെ രാജാവാഞ്ഞയുടെ സ്വർഗസ്ഥ പിതാവേ, ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ അപ്പാ, പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കാലേബ് ആമേൻ ഹല്ലേലൂയ പറയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ ഉറ്റുനോക്കുവാൻ പോയ അന്നു മുതൽ ഇന്നുവരെയും കഴിഞ്ഞ 45 വർഷം നടത്തിയ ദൈവം മരുഭൂമിയിൽ മന്ന കഴിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ഉണ്ടായ